ഇന്നത്തെ ഈ ആഘോഷരാവ് ധന്യമാക്കുന്നതിനായി കുറച്ച് വ്യക്തികളെ ഞങ്ങൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ TD ഫ്രാൻസിസ്, സെക്രട്ടറി സജിത് കുമാർ, IYA സ്ഥാപകാംഗം ഞങ്ങളുടെ സ്വന്തം ബാബുവേട്ടൻ ശ്രീ അരവിന്ദ് ബാബു. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ ഗോപിനാഥ് മുതുകാട് സാറിനെ ക്ഷണിക്കും. പ്രോഗ്രാം കൺവീനർ ശ്രീമതി JC ഫ്രാൻസിസ്. സ്വാഗതം ആശംസിക്കുന്നത് IYA വൈസ് പ്രസിഡന്റ് ശ്രീ ശശീന്ദ്രകുമാർ. സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഇവിടെ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി ശ്രീമാൻ TD ഫ്രാൻസിസിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ എത്തിച്ചേർന്നുള്ള ശ്രീമാൻ ഗോപിനാഥ് മുതുകാടിനെയും ക്ഷണിക്കുന്നു. ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ്റെ സ്ഥാപകമായ അരവിന്ദ് ബാബുവിനെയും ക്ഷണിക്കുന്നു. ഇവിടെ ഇന്നത്തെ സമ്മേളനത്തിൻ്റെ കൺവീനറായിട്ടുള്ള ശ്രീമതി JC ഫ്രാൻസിസിനെയും ഈ സ്വാഗതം ചെയ്യുന്നു. അതിവിശിഷ്ട വ്യക്തിത്വങ്ങളാണ് നമ്മുടെ IYAയുടെ താരങ്ങളെയാണ് നമുക്ക് വേദിയിൽ നോക്കിയാലും സദസ്സിൽ നോക്കിയാലും കാണാൻ സാധിക്കുന്നത്. എന്നും IYAയ്ക്ക് ഒപ്പമുണ്ടായിരുന്നവർ, IYAയുടെ ശക്തിയായിരുന്നവർ. നിങ്ങളുടെ പിന്തുണയായിരുന്നു എന്നും ഞങ്ങളുടെ ശക്തി. നമ്മുടെ മുഖ്യാതിഥി ശ്രീ ഗോപിനാഥ് മുതുകാട് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളുമായിട്ട് ഏകദേശം ഒരു 4 പതിറ്റാണ്ടിലേറെയായി ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. നമ്മളെ അദ്ദേഹം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന പോലെ തന്നെ നമ്മൾ അദ്ദേഹത്തെയും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. നമ്മുടെയൊക്കെ താരമാണ്. പിന്നെ നമ്മുടെ സ്ഥാപകാംഗം ബാബുവേട്ടൻ എന്നും നമ്മുടെ മാർഗദർശി, സെക്രട്ടറി സജിത് എന്നും ഊർജ്ജസ്വലനായ നമ്മുടെ സെക്രട്ടറി. IYA ആണ് ഇതിനെല്ലാം കാരണം. ഇവരും നിങ്ങളും നമ്മളും എല്ലാം ഒത്തുചേരാനുള്ള ഈ ചാലകശക്തി IYA ആണ്. ഏകദേശം ഒരു 50 വർഷം മുമ്പ് IYA ഉണ്ടാകുന്ന സമയത്ത് യുവാക്കൾക്ക് ഊർജ്ജസ്വലമായും ഇഫക്റ്റീവായിട്ടും പ്രവർത്തിക്കാൻ പറ്റുന്ന സംഘടനകളില്ലാതിരുന്നൊരു കാലഘട്ടം, സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും.
അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കൃത്യമായ ഒരു വിഷനും അതോടൊപ്പം അതൊരു മിഷൻ വഴി ഉണ്ടായ ഒരു സംഘടനയാണ് നമ്മുടെ IVA. ഇതിൻ്റെ പുറകിൽ ഒത്തിരി ആലോചനകളും ഒത്തിരി എഫേർട്ടും പ്രവർത്തനങ്ങളുമുണ്ട്. 50 വർഷം കഴിഞ്ഞ് ഇത്തരത്തിലുള്ളൊരു വേദിയിലിരുന്ന് നിന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അന്ന് ദേവാന്തിനോടൊപ്പം IVAയുടെ പ്രവർത്തനങ്ങളുമായി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങളായിരുന്നു. പക്ഷേ നമുക്ക് ബാലജനസഖ്യം കഴിഞ്ഞ് മറ്റൊരു പ്രവർത്തന മേഖല വേണമല്ലോ എന്ന് ആലോചിച്ച് നടന്നപ്പം നമുക്ക് ആ സമയത്ത് കുറേ പേര് നമ്മളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചു. അന്ന് എന്നോടൊപ്പം 24 മണിക്കൂറൊന്നും വേണമെങ്കിൽ പറയാൻ കൂടെ ഉണ്ടായിരുന്ന ദേവാന്ത് ഇന്ന് ഈ സദസ്സിലില്ലാത്തത്, അല്ലെങ്കിൽ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്തത് വലിയ ദുഃഖം തോന്നുന്നു, വലിയ ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് തീർച്ചയായിട്ടും സന്തോഷിക്കുന്നുണ്ടാവും. കാരണം 50 വർഷം കഴിഞ്ഞ് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഘടന നിലനിന്നു. ഇത്രയും നല്ല ഒത്തൊരുമയോടുകൂടി ഇത്രയും ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങ് നടത്തി ടൗൺ ഹാളിൽ നടത്താൻ പറ്റിയതിൽ അദ്ദേഹം സന്തോഷിക്കുന്നുണ്ടാവും. നമുക്ക് ഇനി എത്ര വർഷം നമുക്കൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പം നേരത്തെ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞ മാതിരി ഒരുപാട് യുവാക്കൾ നമുക്കിതിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. എന്നാലേ നമ്മളെ സംഘടന കൂടുതൽ ഇതാക്കാൻ പറ്റുള്ളൂ. അന്ന് 50 വർഷം മുമ്പ് IVA തുടങ്ങുന്ന ഒരു സാഹചര്യമല്ല ഇന്നുള്ളത്. അന്ന് മൊബൈൽ ഫോണോ മറ്റുള്ള സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സമയത്ത് ആളുകൾക്ക് സംഘടനാ പ്രവർത്തനം താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാവരുടെയും മനസ്സ് ഡിസ്ട്രാക്റ്റഡാണ്. നേരത്തെ അധ്യക്ഷൻ ഫ്രാൻസിസ് പറയുകയുണ്ടായി, ലഹരി ഉപയോഗം കൂടുന്നതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ പറ്റി. നമ്മളെപ്പോലെയുള്ള സംഘടനകൾ ഉണ്ടാകുന്നതുകൊണ്ടും പ്രവർത്തനം ഏറ്റവും നന്നായി നടക്കുമ്പോൾ മാത്രമാണ് അത്തരം കാര്യങ്ങളിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഈ സമയത്ത് ശ്രീ ഗോപിനാഥിനെ നമുക്ക് ഇന്ന് ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി കിട്ടിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. വേദിയുടെ മുൻഭാഗത്തിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, IVAയുടെ കുടുംബ അംഗങ്ങളെ, അഭ്യുദയകാംക്ഷികളെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് പതിവില്ലാത്ത വിധം ഇമോഷണലാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കുകളും പേരുകളൊക്കെ തെറ്റിപ്പോയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അടുത്ത കാലത്ത് ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന പരിപാടിയുമായിട്ട് എൻ്റെ എത്രയോ കാലത്തെ സുഹൃത്തായ മലയാള മനോരമയിലെ ശ്രീജിത്തുമാരോടൊപ്പം ഒരു യാത്ര ചെയ്യുമ്പോഴാണ് അപ്രതീക്ഷിതമായി IVAയുടെ സാരഥികളുടെ ഭാഗത്തു നിന്നും ഒരു കോൾ വരുന്നത്. IVA 50ാം വാർഷികം ആഘോഷിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു വാർത്ത. സ്വാഭാവികമായിട്ടും സുഹൃത്ത് ബന്ധം വെച്ചുകൊണ്ട് ശ്രീജിത്ത് എന്നോട് ചോദിച്ചു, പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമെന്ന് ചോദിച്ചു. ആ നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ ഉരുണ്ടുകൂടിയ ഒരുപാട് കാര്യങ്ങൾ, അത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മനസ്സിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. 1987 ഫെബ്രുവരി 20 എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാന്ത്രിക ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത ഒരു ദിനമാണ് ആ ദിവസം. കാരണം ഞാൻ 7ാമത്തെ വയസ്സിൽ ജാലവിദ്യ പഠിക്കാൻ തുടങ്ങിയതാണ്. 10ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായി വേദിയിൽ ജാലവിദ്യാ പരിപാടി അവതരിപ്പിച്ചു, തനിച്ച്. അരങ്ങേറ്റം ഫ്ലോപ്പായിരുന്നു. പിന്നെ മാജിക്കിനോടുള്ള അടങ്ങാത്ത പ്രണയം മൂലം ബാലജനസഖ്യത്തിൻ്റെ വേദികളിൽ തനിച്ച് പല സ്ഥലങ്ങളിലും പരിപാടികൾ അവതരിപ്പിച്ചു. പക്ഷേ അന്ന് പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട്, വിദ്യാർത്ഥി ആയതുകൊണ്ട് അങ്ങനെ മാജിക് ഷോയ്ക്കൊന്നും പോകാനുള്ള അനുവാദം വീട്ടിൽ നിന്നുണ്ടായിരുന്നില്ല. സ്കൂളിൽ, ഉത്സവ പറമ്പുകളിൽ, അത്തരം സ്ഥലങ്ങളിൽ മാത്രം മാജിക്കുകൾ അവതരിപ്പിച്ച് സ്വയം സംതൃപ്തി അടയുന്ന ഒരു ദിനങ്ങളായിരുന്നു അന്ന്. ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ 1985 മഞ്ചേരി NSS കോളേജിൽ നിന്ന്
ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു എൻ്റെ ലോകം മാജിക്കാണ്. ഞാൻ അന്ന് കോളേജിലെ സ്റ്റുഡൻസിന് ഒരു ലെറ്റർ എഴുതി കൊടുത്തു, ഇനി എൻ്റെ ലോകം മാജിക്കാണ്, മറ്റൊന്നും ഞാൻ ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായി. ജാലവിദ്യയ്ക്കൊന്നും അത്ര സ്കോപ്പില്ലാത്തൊരു കാലത്ത്, കഥാപ്രസംഗവും ഗാനമേളയൊക്കെ വേദിയിൽ അവതരിപ്പിക്കുന്നൊരു കാലത്ത്, മാജിക് വെറും തെരുവിലായിരുന്നൊരു കാലത്ത് ഒരു മാജിക് സംഘമുണ്ടാക്കുക എന്ന് പറയുന്നത് വീട്ടിൽ ഒരിക്കലും അംഗീകരിക്കാവുന്നൊരു കാര്യമായിരുന്നില്ല. അങ്ങനെ അച്ഛൻ ഒരിക്കലും മാജിക്കിൽ വരരുത് എന്നുള്ളത് കൊണ്ട് എന്നെ പിടിച്ച് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി LLBക്ക് ചേർത്തു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഈ മാജിക്കിനോടുള്ള പ്രണയം ഇങ്ങനെ തിളച്ചു പോകുകയാണ്. മുറിയിലിരിക്കുന്ന സമയത്ത് മാജിക് പ്രാക്ടീസ് ചെയ്യുന്നു, പഠിക്കാൻ തോന്നുന്നില്ല. ആ ഒരവസ്ഥയിൽ ഒരു വർഷം എങ്ങനെയൊക്കെയോ ഞാൻ കടിച്ചു പിടിച്ച് അവിടെ നിന്നു നാട്ടിലേക്ക് തിരിച്ചു പോന്നു. 1986 നാട്ടിൽ വന്നതോടുകൂടി അച്ഛനെ ധിക്കരിച്ച തെമ്മാടി എന്നുള്ള ചീത്തപ്പേരും എനിക്ക് കിട്ടി. എൻ്റെ കവളമുക്കട്ട ഗ്രാമത്തിൽ ഞാൻ ഏറ്റവും മോശപ്പെട്ട ഒരു യുവാവായി മാറി. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ട്രൂപ്പ് ഉണ്ടാക്കണം, കാരണം എനിക്ക് മാജിക് ഷോ നടത്തിയേ പറ്റൂ. അങ്ങനെ ഞാനൊരു ട്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. നാട്ടിലുള്ള കുറേ ആളുകളെയൊക്കെ കൂട്ടി ട്രൂപ്പിലെ അംഗങ്ങളാക്കി. രാത്രിയും പകലും കഷ്ടപ്പെട്ട് മാജിക്കിൻ്റെ ഉപകരണങ്ങളുണ്ടാക്കി, സ്വന്തമായി പെയിൻറ്റ് ചെയ്ത് ആ സാധനങ്ങളെല്ലാം കൃത്യപ്പെടുത്തി കർട്ടൻ സെറ്റ് ഉണ്ടാക്കി. അതിൻ്റെ മുകളിലെ ടോപ്പ് ബാറിൽ മുതുകാട് മാജിക്കൽ എൻ്റർടൈനേഴ്സ് എന്ന് എഴുതി വെച്ചു. ഷോയ്ക്ക് മാൻഡ്രഫോറ എന്നൊരു പേരിട്ടു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും റിഹേഴ്സലുകൾ ചെയ്തു. 2-3 മാസം തുടർച്ചയായി രാത്രിയും പകലും ഒക്കെ റിഹേഴ്സൽ ചെയ്ത് പരിപാടി ഒരുവിധം ചിട്ടപ്പെടുത്തി. പക്ഷേ ഇത് അവതരിപ്പിക്കാനൊരു വേദി വേണ്ടേ? അലഞ്ഞു നടന്നു ഒരുപാട്. ഞാൻ പഠിച്ച മഞ്ചേരി കോളേജിൻ്റെ പരിസരത്ത് മഞ്ചേരിയിലുള്ള ആളുകളെ പോയി കണ്ടു, മലപ്പുറത്ത് പോയി കണ്ടു. എനിക്ക് അത്രയൊക്കെ ഉള്ളൂ ദൂരം, എൻ്റെ ഒരു അത്ര ദൂരത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കോഴിക്കോടെന്ന് ബാലചന്ദ്ര പ്രസ്സിൽ നോട്ടീസൊക്കെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് വരുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം കിട്ടും, അല്ലെങ്കിൽ പിറ്റേ ദിവസം കിട്ടും. അപ്പോൾ അവിടെ കാത്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒന്നുകിൽ മാതൃഭൂമിയിൽ പോയിട്ട് മദനൻ, ആർട്ടിസ്റ്റ് മദൻ്റെ മുമ്പിൽ പോയിരിക്കും, അതല്ലെങ്കിൽ ഇതാ ഇവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ് തോമസ് മാത്യു അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയിട്ടിരിക്കും, അതല്ലെങ്കിൽ മലയാള മനോരമയിൽ ബാലജനസഖ്യവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറന്തോടത്ത് ഗംഗാധരൻ അദ്ദേഹത്തിന് മുമ്പിൽ പോയിരിക്കും. ഗംഗേട്ടൻ എന്നാണ് ഞാൻ പുറന്തോടത്ത് ഗംഗാധരൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തോട് മാജിക് ഷോ നടത്തുവാനുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം പറഞ്ഞ് തൊട്ടടുത്തിരിക്കുന്ന മലയാള മനോരമയിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ബാബുവേട്ടനെ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് IYAയുടെ വേദിയിൽ ഈ പ്രോഗ്രാം നടത്താം എന്നൊരു തീരുമാനം എടുക്കുന്നത്. ഞാനതാണ് പറഞ്ഞത്, 1987 38 വർഷങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരി 20 തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നിറഞ്ഞു കവിഞ്ഞ സദസ്സിന് മുമ്പാകെ, കോഴിക്കോട് ടാഗോർ തിയേറ്ററിൽ നിറഞ്ഞു കഴിഞ്ഞ സദസ്സിന് മുമ്പാകെ ഞാൻ ആ ഷോ നടത്തുകയാണ്. ട്രൂപ്പിനോടൊപ്പമുള്ള ആദ്യത്തെ എൻ്റെ പ്രൊഫഷണലായിട്ടുള്ള മാജിക് ഷോ അന്നാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അന്ന് PP ഉമ്മർ കോയ മുൻ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തെ കൊണ്ടുവന്ന് എനിക്കൊരു മെമെൻറ്റോ ധരിച്ചു. അതും ആ ചിത്രമൊക്കെ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ആ നോട്ടീസ് എൻ്റെ കയ്യിലുണ്ട്, ആ ചിത്രങ്ങൾ മുഴുവൻ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. പരിപാടി കഴിഞ്ഞു. കോഴിക്കോടുള്ള നല്ലവരായിട്ടുള്ള ആളുകളൊക്കെ പരിപാടിയെ വിമർശിച്ചുകൊണ്ടും സ്നേഹപൂർവ്വം ആ പരിപാടിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും എനിക്ക് ഒരുപാട് കത്തുകൾ കിട്ടി. ആ കത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടൊരു കത്ത് ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നൊരു കത്താണ്. അന്ന് FCIയിൽ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ശ്രീ ഹേമപാലൻ എനിക്ക് അയച്ച, ഹേമേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന അദ്ദേഹം അയച്ച കത്ത്. ഞങ്ങൾ തമ്മിലുള്ള എഴുത്ത് ഒരുപാട് കാലം തുടർന്നു. ആ കത്തിനകത്ത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരം പോലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ആ കത്ത് എടുത്ത് നോക്കിയിട്ടോ ഇപ്പോഴും. അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പിൻഭാഗത്തുള്ള കർട്ടൻ, അതായത് ബാക്കിൽ വെച്ചിട്ടുള്ള കർട്ടൻ, ആ കർട്ടൻ്റെ 2 തുളകൾ ഞങ്ങൾ കാണികളെ വല്ലാതെ തുറച്ചു നോക്കുന്നു, അതൊന്ന് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട്. ആ കർട്ടനിലുണ്ടായിരുന്ന 2 തുളകളായിരുന്നു അത്. സ്വാഭാവികമായിട്ടും അത്തരം ഒരു കർട്ടനൊന്നും വാങ്ങാനുള്ള പൈസയൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് ആ ഒരു കർട്ടൻ കെട്ടി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ പ്രോഗ്രാമിനെ വീണ്ടും ചിട്ടപ്പെടുത്തി. അവിടെ നിന്നാണ് തുടക്കം. പിന്നെ 56 രാജ്യങ്ങളിൽ മാജിക് ഷോയുമായിട്ട് ഇങ്ങനെ 45 വർഷം, 40ഓളം വർഷം ഇങ്ങനെ പറന്ന് നടന്നു. ഉത്സവ പറമ്പുകളിൽ, അല്ലാത്ത ഷോകളിൽ, സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് ഏകദേശം 40ഓളം അംഗങ്ങളുള്ള സംഘം ഉണ്ടായി. 2-3 വാഹനങ്ങളുണ്ടായി. ഞാൻ പറയാം, ഏറ്റവും നല്ലൊരു ഷോ തന്നെയായിരുന്നു. നല്ല മികച്ച പ്രോഗ്രാം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. മാജിക്കിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് മെർലിൻ അവാർഡ്, ഓസ്കർ ഇൻ മാജിക്. 2011 അതും എന്നെ തേടി നമ്മുടെ ഭാരതത്തിലേക്ക് വന്നു. അങ്ങനെ മാജിക്കിൻ്റെ ലോകത്ത് ഇങ്ങനെ വിരാജിച്ച് നടക്കുന്ന കാലം.
അന്നൊക്കെ ഞാൻ പറയുമായിരുന്നു, ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പറയും, സ്റ്റേജിൽ മാജിക് ഷോ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദിയിൽ വെച്ച് മരിച്ചു വീഴാനാണ് എനിക്കിഷ്ടം, അതാണ് ഞാൻ കൊതിക്കുന്നത് എന്നൊക്കെ പറയുമായിരുന്നു. കാരണം മാജിക്കിനോട് എനിക്കൊരു പ്രണയമായിരുന്നു. എൻ്റെ രക്തത്തിൽ മാജിക് ഉണ്ടായിരുന്നു. ഞാൻ മറ്റൊരു ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, മാജിക്ക് മാത്രമായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചില ട്വിസ്റ്റുകളുണ്ടാവും, ചില കാഴ്ചകൾ, ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ഗവൺമെൻറ് നടത്തിയ ഒരു പരിപാടിയുമായിട്ട് ടൗൺ ഹാളിൽ ചെല്ലുമ്പോഴാണ് ചിന്തകൾ മാറി മറിയുന്നത്. കർട്ടൻ ഉയരുമ്പോൾ കാണുന്ന കാഴ്ച, മുന്നിലുള്ള നിരവധി നൂറുകണക്കിന് കുട്ടികൾ, ഓട്ടിസവും സെറിബ്രൽ പാൾസിയും ബാധിച്ച കുട്ടികൾ, അവരെ എടുത്തു നിൽക്കുന്ന അമ്മമാർ, അതിനുശേഷം ഒരമ്മ പറഞ്ഞ ചില വാക്കുകൾ, ഇതൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അന്ന് ആലോചിച്ചു, ഇത് മാത്രമല്ല ഞാൻ ചെയ്യേണ്ടത്, ഷോ മാത്രമല്ല, കുറച്ചുകൂടി മറ്റൊരു തലത്തിലേക്ക് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ശൈലജ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഭിന്നശേഷിയുള്ള കുട്ടികളെ മാജിക് പഠിപ്പിച്ചുകൊണ്ടൊരു തുടക്കം കുറിക്കാമെന്ന് വിചാരിച്ചു. അതൊരു പുതിയ തുടക്കമായിരുന്നു. അന്ന് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ നേതൃത്വത്തിൽ 23 കുട്ടികളെ മാജിക് പഠിപ്പിച്ചുകൊണ്ട്, അന്ന് വിചാരിച്ചത് അമ്മമാർക്കൊരു ചിരി പടരത്തക്ക രീതിയിൽ മാജിക് അവരെ പഠിപ്പിക്കുക, അവരെ കാണിക്കുമ്പോൾ സന്തോഷിക്കുമല്ലോ എന്ന് മാത്രം വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ ഇന്നിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ആ മക്കളിൽ ചിലർ ഇന്ന് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൽ മാജിക് പ്ലാനറ്റിൽ എല്ലാ മാസവും ശമ്പളം മേടിക്കുന്ന കുട്ടികളായിട്ട് ആ കുട്ടികളെയും മാതാപിതാക്കളെയും മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. കാലം മാറുന്നു. ആ കുട്ടികൾക്ക് വന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ മൈക്കോൺസും റിപ്പോർട്ട് സമർപ്പിക്കുന്നു. കൂടുതൽ കുട്ടികളെ എടുക്കുന്നു, 200 കുട്ടികളെ എടുക്കുന്നു. ഇങ്ങനെയൊക്കെ വന്ന് എൻ്റെ ചിന്തകൾ പതുക്കെ മാറി മറിഞ്ഞു. ഞാൻ 3.5 വർഷം മുമ്പ് ഞാൻ മാജിക്കിൽ നിന്നും പ്രൊഫഷണൽ ഷോയിൽ നിന്നും വിട പറഞ്ഞു, വേണ്ട എന്ന് വെച്ചു. മാജിക്കിൻ്റെ ഉപകരണങ്ങളെല്ലാം ഇന്നും ഒരു മൂലയിൽ പൊടി പിടിച്ച് കിടക്കുന്നു. പലപ്പോഴും അതിനടുത്തിരുന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയും. പഴയ മാജിക്കിൻ്റെ കാര്യങ്ങളൊക്കെ സ്വപ്നം കാണും. പഴയ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഇപ്പോഴും വല്ലാതെ ഇമോഷണലാവും. സാധാരണ കാരണം മാജിക്കിനോട് അത്രമാത്രം ഇഷ്ടമുള്ള, പ്രണയമുള്ള ഒരു ജീവിതവും അതിനുശേഷം വന്ന ഒരു മാറ്റവും. അപ്പോൾ കാസർഗോഡ് ഒരു 30 ഏക്കർ ലാൻഡ് വാങ്ങിച്ചു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ. അവിടെ ഒരു 1000 കുട്ടികളെ, എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള കുട്ടികളെ ചേർത്ത് വയ്ക്കാൻ വേണ്ടി ഒരു ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. കഴിഞ്ഞ വർഷം അപ്പോഴേക്കാണ് സോഷ്യൽ മീഡിയയുടെ അറ്റാക്ക് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം കുറച്ച് അങ്ങോട്ട് മാറിപ്പോയി. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 23 മുഖ്യമന്ത്രി അതിൻ്റെ തറക്കല്ലിട്ടു. ഇപ്പോൾ ഇനിയൊരു 1000 ദിവസങ്ങളെ കൊണ്ട് 1000 കുട്ടികൾക്ക് ലൈഫ് കൊടുക്കാവുന്ന ഒരു സെൻറ്റർ അവിടെ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരൊറ്റ സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഐവയുടെ ഈ വേദിയിൽ വരാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടായത്. ഞാൻ പറഞ്ഞില്ലേ, ചില നിമിഷങ്ങൾ നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ പരിപാടിക്ക് വന്നത് മുതൽ ഇങ്ങനെ വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പഴയ സംഘാംഗങ്ങളെല്ലാം വിളിച്ചു. 38 വർഷം മുമ്പ് മാജിക് അവതരിപ്പിച്ച അതേ വേദിയിൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരായിട്ടൊരു സൂം മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ചു. ഞാനൊരു കാര്യം ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഒരു ഷോ കൂടി നടത്താൻ പോവാണ്. ഒറ്റ ഷോ, പ്രൊഫഷണലായിട്ടൊന്നും വരുന്നില്ല. പക്ഷേ അന്ന് പ്രോഗ്രാമിന് പേരിട്ടത് മാൻഡ്രഫോറ എന്നായിരുന്നു. അതേ പേരിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന് മുമ്പ്, അതായത് ഓഗസ്റ്റ് 15 മുമ്പ് കോഴിക്കോട് തന്നെ വെച്ച് ഐവയെ കൂടി എന്നോട് ചേർന്ന് നിൽക്കണമെന്നാണ് പറയുന്നത്. അതൊരു ഷോ ആയിരിക്കും. ആ ഷോ പഴയ അന്ന് പെർഫോം ചെയ്ത ആർട്ടിസ്റ്റുകളെ മുഴുവൻ വിളിച്ച് ചേർത്ത്, അവർ പലരും പല രാജ്യങ്ങളിലാണ്. ദുബൈയിലുണ്ട് ഒരാൾ അമേരിക്കയിലുണ്ട്. അവരൊക്കെയായിട്ട് സംസാരിച്ചു. അവരെല്ലാം എൻ്റെ വിളി കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അവരെല്ലാം കൊണ്ടുവന്ന് നാളെ തന്നെ പോയി മാജിക്കിൻ്റെ പഴയ സാധനങ്ങളെല്ലാം പുറത്തേക്കെടുത്ത് അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് അതിനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് പുതിയ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി. ഇനി മരിക്കുന്നതിന് മുമ്പ് ഒരു ഷോ കൂടി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ ഷോ ഞാൻ ഐവൈഎയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് വെച്ച് ഈ ഓഗസ്റ്റ് 15 മുമ്പ് നടത്തിയിരിക്കും. ഇത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. ആ ആഗ്രഹം കൂടി ഞാനിന്നിവിടെ തുറന്നു പറയുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൻ്റെ സൗഭാഗ്യമെന്ന് പറയുന്നത് ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ വലിയ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ കാര്യങ്ങളുടെ തുടർച്ചയായി അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിലാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇന്ന് നിൽക്കുന്നത്. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അവയെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ അറിയാവുന്നതാണ്. സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾ, സമൂഹത്തിന് വേണ്ടി നന്മയുള്ള പ്രവർത്തനങ്ങൾ. ശ്രീതുമായിട്ട് സംസാരിക്കുമ്പോൾ പറയായിരുന്നു, യുവാക്കളെ വാർത്തെടുക്കാൻ വേണ്ടി പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു സംഘടനയാണ് ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ യുവതലമുറ
പലപ്പോഴും പല രീതിയിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് 50 വർഷം മുമ്പ് തുടങ്ങുന്ന സമയത്ത് ഈ ഡിജിറ്റൽ ലോകമൊന്നും ഇല്ലാത്ത കാലത്ത് കുറച്ചുകൂടി നമ്മളൊക്കെ അടുപ്പമുണ്ടായിരുന്ന കാലത്ത് നിന്ന് മാറി നമ്മളെല്ലാവരും ഇന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്ത, വർത്തമാനം പറയാത്ത, കുനിഞ്ഞിരിക്കുന്ന ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് IYയുടെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പഴയതിനേക്കാൾ ശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ പരിപാടി നടത്തുന്ന ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേരിട്ടിരിക്കുന്നത് ദേവാനന്ദ നഗർ എന്നാണ്. എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഞാൻ 1996 ഇവിടെ മുതലക്കുളം മൈതാനത്ത് ഒരു വാട്ടർ ടോർച്ചർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്നൊരു മാജിക്ക് കാണിച്ചു. ആ മാജിക്കിൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്ന ദേവാനന്ദൻ്റെ ശബ്ദത്തിലായിരുന്നു. എനിക്ക് ആ ശബ്ദവുമായിട്ട് ഞാൻ ചേർത്ത് വയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മാജിക്കിൻ്റെ പ്രസൻറ്റേഷൻ മജീഷ്യൻ ഹാൻഡ് കഫ് വയ്ക്കും, അതിനുശേഷം ഒരു ഗ്ലാസ് ബോക്സിനകത്തേക്ക് ഇടും, അതിനകത്ത് വെള്ളം, ഫയർഫോഴ്സ് വെള്ളം നിറയ്ക്കും, 4 ഭാഗത്തും ചകിരിപ്പരമ്പുകളിട്ട് അടച്ചു വയ്ക്കും. ഇതിന് തീ കൊടുക്കുന്ന നിമിഷം കൊണ്ട് ഇതെല്ലാം അഴിച്ച് പുറത്തേക്ക് ചാടണം എന്നുള്ളതാണ് മാജിക്. അപ്പോൾ ഈ വെള്ളത്തിനകത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട്, ബൾബ് ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആളുകളെല്ലാം വന്ന് ടെസ്റ്ററൊക്കെ വെച്ച് നോക്കി, അതിനകത്ത് ഇലക്ട്രിസിറ്റി എന്ന് മനസ്സിലായി. ദേവാനന്ദ് പുറത്ത് നിന്ന് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ക്ലോക്ക് ഉണ്ട്, ആ ക്ലോക്ക് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു 1 മിനിറ്റിനുള്ളിൽ രക്ഷപ്പെടണം, അല്ലെങ്കിൽ മേളിൽ നിന്നൊരു കുന്തം താഴേക്ക് പതിക്കും. ഇതാണ് മാജിക്കിൻ്റെ പ്രസൻറ്റേഷൻ. അന്ന് സാറൊക്കെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടെ, തോമസ് മാത്യു സാറൊക്കെ വന്നിട്ട് കാണാറുണ്ടാവും. പക്ഷേ സംഭവിച്ചത്, ഇതിനകത്തുള്ള ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഓപ്പറേറ്റർ ആ തിരക്കിനിടയിൽ മറന്നുപോയി. സംഭവിച്ചെന്താണെന്നറിയോ? ദേവാനന്ദ് പുറത്തുനിന്ന് അനൗൺസ് ചെയ്യാണ്, ഇനി അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വെറും 50 സെക്കൻഡുകൾ മാത്രം, 45 സെക്കൻഡുകൾ മാത്രം. ഞാൻ എന്ത് രക്ഷപ്പെടാൻ? ഞാനിതിനകത്ത് കിടന്ന് ഈ ബൾബ് കെടുന്നില്ല. ബൾബ് കെടാതെ എനിക്കിനകത്ത് ചാക്കിനെ പുറത്തേക്ക് കീറിയിട്ട് പുറത്തേക്ക് ചെല്ലാൻ പറ്റില്ല. ആ ഒരു നിമിഷം എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന മാമ എന്ന് ഞങ്ങൾക്ക് വിളിക്കുന്ന ഒരാൾ ഈ ചകിരിപ്പനമ്പ് ഇങ്ങനെ അടർത്തി നോക്കുന്ന സമയത്ത് ബൾബ് കെട്ടിട്ടില്ല. ഇദ്ദേഹം അവിടെ ഓടിപ്പോയി ഈ പ്ലഗിനകത്തുനിന്ന് ഈ വയറ് വലിച്ചെടുത്തു, ഇത് കെട്ടു. 57ാമത്തെ സെക്കൻഡിൽ ഞാൻ ഈ ചാക്ക് കയറി പുറത്തേക്ക് ചാടുന്നു, ഈ കുന്തം വന്ന് താഴേക്ക് വീഴുന്നു. അന്ന് KP സോമരാജൻ IPS ആണ് ഇവിടുത്തെ SP, പിന്നെ PK UK ചവാനാണ് ഡിസ്ട്രിക്ട് കളക്ടർ. ഞാൻ പുറത്തേക്ക് ചാടുമ്പോഴത്തേക്ക് എൻ്റെ ഈ ഫേസിൻ്റെ ഒരു സൈഡ് മുഴുവൻ കത്തിപ്പോയി. എന്നിട്ട് കളക്ടർ എന്നെ വണ്ടി കയറ്റിയിട്ട് നേരെ വീട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അങ്ങനത്തെ ആ ശബ്ദം ഒരിക്കലും മറക്കില്ല ഞാൻ. കാരണം അദ്ദേഹം പുറത്തുനിന്ന് അറിയുന്നില്ല. അപ്പോൾ അത്രമാത്രം ഇതിൻ്റെ റിഹേഴ്സലൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ദേവാനന്ദ നഗറിലാണ് ഇന്നത്തെ ഈ പരിപാടി നടക്കുന്നത് എന്നതും സന്തോഷമുണ്ട്. ഏറ്റവും വലിയ സന്തോഷം, അന്ന് എന്നെ പ്രോഗ്രാമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അതേ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ശ്രീ വിനയൻ, അതുപോലെ തന്നെ ശ്രീ ചന്ദ്രസൻ, ഇവർ രണ്ടുപേരുമാണ് ഇന്നും എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നതെന്നുള്ളത് മറ്റൊരു കോയിൻസിഡൻസ്. അങ്ങനെ എന്താ പറയുക, ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, എനിക്ക് സംസാരിക്കാൻ തന്ന സമയം കഴിഞ്ഞു. കാരണം ഞാൻ വളരെയധികം എന്താ പറയുക, അന്നത്തെ ഓർമ്മകളൊക്കെ നിങ്ങൾക്കൊരു പക്ഷേ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ആ ഷോ നടത്തിയ കാലത്ത് ആ ഷോയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും മാസങ്ങളായിട്ടുള്ള തയ്യാറെടുപ്പുകളും അതിനൊരു വേദി കിട്ടാൻ വേണ്ടിയിട്ട് പലരോടും ചോദിച്ച് അവസാനം ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ ആ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് ഓഡിയൻസിനെ സംഘടിപ്പിച്ച് PP ഉമ്മർഗോയെ പോലെ ഒരു പ്രശസ്തനായ ഒരാളെ കൊണ്ടുവന്ന് ആ ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടി ഒരു അവസരം തരിക എന്ന് പറയുമ്പോൾ ഇന്നൊരവസരം കിട്ടുന്നത് പോലെ അല്ല അത്. അതുകൊണ്ട് ഞാൻ IYA എന്ന് പറയുന്ന അന്നത്തെ സാരഥികളോടും ഇന്നത്തെ സാരഥികളോടും അതിൻ്റെ എല്ലാ ചുക്കാൻ പിടിച്ച ആളുകളോടും ഹൃദയം ചേർത്ത് ഞാൻ നന്ദി പറയുന്നു. അന്ന് ആ വേദി കിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ പിന്നെ ഒരു മാജിക്കിൻ്റെ രംഗത്തേക്ക് നടക്കില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു വേദിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും ചരിത്ര പ്രാധാന്യം കുറിക്കുന്ന വേദി എന്നതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഓഗസ്റ്റ് 15 മുമ്പ് ഒരു ദിവസം, നല്ലൊരു ദിവസം സെലക്ട് ചെയ്ത് നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം. നമുക്കൊരു ഒരു വലിയ വേദിയിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായൊരു ഷോ, ഉജ്ജ്വലമായൊരു ഷോ, അന്നത്തെ ഷോയോ ഇന്നത്തെ ഷോയോടെ ചേർത്ത് വെച്ചുള്ളൊരു ഗംഭീരമായൊരു ഷോ നടത്തി ആ ഷോയോട് കൂടിയിട്ട് ഞാൻ ഷോ ചെയ്യുന്നുണ്ടാവില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ എന്നിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയതിൽ ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം. കാരണം എനിക്ക് അത്രമാത്രം നിങ്ങളോട് പറയുവാനുണ്ട്, കടപ്പാടുണ്ടെന്നുള്ളതുകൊണ്ടാണ്. സോ IYAയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. സാർ, ഒരു റിക്വസ്റ്റും ഉണ്ട്. ഞങ്ങളുടെ ഒരു വിസിറ്റേഴ്സ് ബുക്ക് ഉണ്ട് സാർ, ഒരു 2 വാക്ക് അതിൽ രേഖപ്പെടുത്താൻ. ഈ സുവർണ നിമിഷത്തിൽ IYAയുമായുള്ള സുവർണ സ്മൃതികൾ ഞങ്ങളുമായി പങ്കിട്ടതിൽ ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തന റിപ്പോർട്ട്. കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ പ്രവർത്തന നിരതമായി നിറഞ്ഞു നിന്ന സ്വതന്ത്ര
യുവജന സംഘടനയാണ് ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ അഥവാ IYA. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന കോഴിക്കോട് ആസ്ഥാനമായി 1974 രൂപീകൃതമായി. സംഘടന ഇപ്പോൾ 50ാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. പിന്നിട്ട വഴികളിലൂടെ ബാലജനസഖ്യത്തിലൂടെ വളർന്നു വന്ന കുറച്ചു യുവാക്കളുടെ തുടർന്നു പ്രവർത്തിക്കാനുള്ള അഭിവാഞ്ഛയും അർപ്പണബോധവും സംഘടനാ തലത്തിൽ പുതിയൊരു മാർഗത്തിന് വഴിമരുന്നായി. അങ്ങനെ രൂപം കൊണ്ട ഈ സംഘടനയുടെ സ്ഥാപകാംഗങ്ങൾ അരവിന്ദ് ബാബു, വിശ്വംഭരൻ, ദേവാനന്ദ് എന്നിവരാണ്. 1974 ഓഗസ്റ്റ് 10 കോഴിക്കോട് മഹാറാണിയിൽ വെച്ച് ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ്റെ ഉദ്ഘാടനം അന്നത്തെ DIG ജോൺ മത്തായി നിർവഹിച്ചു. പ്രഥമ പ്രസിഡന്റ് KR ദേവാനന്ദും സെക്രട്ടറി ജയകൃഷ്ണനുമായിരുന്നു. പുനർവായനയ്ക്ക് ശേഷം ഇതിൻ്റെ അവസാനഘട്ട മൂല്യനിർണ്ണയത്തിനായി പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ UK കുമാരൻ സാറിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രഖ്യാപനവും ആശംസയൊക്കെ പറയേണ്ടത് അദ്ദേഹമായിരുന്നു. സാങ്കേതികമായ ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആ ഔപചാരികത മാത്രമാണ് ഞാനിവിടെ നിർവഹിക്കുന്നത്. എങ്കിലും പുതിയ എഴുത്തുകളെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വാക്കുകളും ആശയവും കൊണ്ട് നമ്മളെ മോഹിപ്പിച്ച് കടന്നുപോയ ശ്രീ MT വാസുദേവൻ നായരുടെ അനുസ്മരണാർത്ഥം നടത്തിയ ഈ ചെറുകഥാ മത്സരത്തിൽ നമുക്ക് മുന്നിലെത്തിയ കഥകൾ ആഖ്യാനം കൊണ്ടും പ്രാദേശിക ഭാഷാ ശൈലി കൊണ്ടും ഞങ്ങളെ ഒരു തരത്തിൽ അമ്പരപ്പിച്ച, ആഹ്ലാദിപ്പിച്ച, ആനന്ദിപ്പിച്ച ഒരുപാട് കഥകളുണ്ടായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് ഒരു മത്സരമാകുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും അനിവാര്യമായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അതിൽ മികച്ച സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ 3 എഴുത്തുകാരെ ഞങ്ങൾ IYA നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്, കേരളത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്, അക്ഷരമറിയുന്ന മലയാളിക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. ആദ്യ കഥ, 1ാം സ്ഥാനം ലഭിച്ച ആദ്യ കഥ അരവാതിൽ വെളിച്ചം എന്ന കഥയാണ്. കഥാകൃത്തിൻ്റെ പേര് അശ്വിൻ ചന്ദ്രൻ. അശ്വിൻ ചന്ദ്രൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിനെ നമ്മൾ വേദിയിലേക്ക് വിളിക്കും. അരവാതിൽ വെളിച്ചം എന്ന കഥ എഴുതിയ അശ്വിൻ ചന്ദ്രൻ കാസർഗോഡുകാരൻ, നീലേശ്വരംകാരനാണെന്നാണ്. കാസർഗോഡ്, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തു നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. 2ാം സ്ഥാനം കരസ്ഥമാക്കിയ കഥയുടെ പേര് മാതംഗലീല. അത് എഴുതിയിരിക്കുന്നത് നിതിൻ ബാൽ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം വയനാട്ടുകാരനാണ്, കൽപ്പറ്റക്കാരനാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്, സന്നിധനായിട്ടുണ്ട്. 3ാമത്തെ കഥ പെണ്ണെഴുത്തിൻ്റെ കരുത്തുമായി ഗ്രീഷ്മ P എഴുതിയ സേഫ് സോൺ എന്ന കഥയാണ്. ഗ്രീഷ്മയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ 3 പേരാണ് IYA ഇത്തവണ നടത്തിയ ഈ ചെറുകഥാ മത്സരത്തിലെ വിജയികളെന്നും അവരെ അഭിനന്ദിക്കാൻ IYAയ്ക്ക് വേണ്ടിയും വ്യക്തിപരമായി ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു വാക്കുകൂടി പറയട്ടെ, ഭാവനയുടെ ഈ ഉറവ് വറ്റാതെ ഈ വാക്കുകൾക്ക് മധുരം മാത്രമല്ല എരിവും പുളിയും ചവർപ്പുമുണ്ട് എന്ന് പുതിയ കാലത്തിൻ്റെ എഴുത്തുകാർ നമ്മൾക്ക് മുന്നിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഐവയുടെ ഏത് വേദിയിൽ നിൽക്കുമ്പോഴും തിരയിടിച്ച് വരുന്ന സമുദ്രം പോലെയാണ് മനസ്സ്. ഒട്ടനവധി അനുഭവങ്ങൾ മനസ്സിലേക്ക് തിക്കിത്തിരക്കി വരുന്നൊരു നിമിഷമാണിത്. സമയം വല്ലാതെ അതിക്രമിച്ചിട്ടുണ്ട്. ഒറ്റ വാക്കിൽ ഇന്നത്തെ ഈ പരിപാടിക്കും ഐവയ്ക്കും ആശംസകൾ നേരുന്നു. ഐവയെ തന്നത് എന്താണെന്ന് വെച്ചാൽ കലയുടെ അംശം അല്പം എൻ്റെ മനസ്സിലേക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഐവയുടെ പ്രവർത്തനത്തിലൂടെയാണ്. ഏതൊരു മനുഷ്യനും കലയുടെ ഒരു അംശം ഉള്ളിലുണ്ടെങ്കിൽ അദ്ദേഹം വേറൊരാളാണ്. ഉദാഹരണമായിട്ടിപ്പോൾ ഞാൻ കേരള ഹൈക്കോടതിയിൽ കഴിഞ്ഞ 35 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകനാണ്. അവിടെ ഒരു ന്യായാധിപൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു കലയുടെ അംശമുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ്. വളരെ ജസ്റ്റിസൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് ഞങ്ങൾ കാണപ്പെടുന്നത്. അതുപോലെ ഐവയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കലയുടെ ഒരു അംശമാണ്. ഏതായാലും ഈ ഐവി പ്രവർത്തിക്കാനും അതിൻ്റെ പ്രസിഡൻ്റായി സെക്രട്ടറിയൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഐവിക്ക് മേലിലും കൂടുതലും എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും വളരെ ഉയരത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. 50 വർഷം ഒരു സംഘടന നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആ സംഘടനയുടെ മൂല്യങ്ങളുടെ ശക്തിയാണ്. അത് ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുടെ മനോധൈര്യമാണ്. 50 വർഷത്തിൻ്റെ ആഘോഷങ്ങളെ ഒരു വർഷം നീണ്ടു നിന്ന ആഘോഷങ്ങളിലൂടെ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ എനിക്ക് വന്നിട്ടുള്ള കടമ നന്ദി പറയുക എന്നതാണ്. അധ്യക്ഷസ്ഥാനം വഹിച്ച ഫ്രാൻസിസ് ടി.ഡി. കുറച്ച് നാളുകളായി നമ്മളുടെ ഐവയുടെ സാരഥ്യം അമരക്കാരായി ഇരിക്കുന്നത് ഫ്രാൻസിസും സജിത്തുമാണ്. രണ്ടുപേർക്കും ഫ്രാൻസിസിനും സജിത്തിനും നന്ദി പറയുന്നു. ബാബുവേട്ടനെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും കൂടുതലാവുകയില്ല. അപ്പോൾ എന്താണ് അധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയൊന്നും പറയാനില്ല ബാബുവേട്ടനെ കുറിച്ച്. അത്രയും ഇപ്പോഴും ഇത് ഐവയെ സ്ഥാപിക്കുകയും ഐവയോടൊപ്പം നടക്കുകയും ഇപ്പോഴും നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് ഇടപെടുകയും എല്ലാ നിർദ്ദേശങ്ങളും തരികയും ഒരുമിച്ച് നടക്കാൻ ഒരുമിച്ച് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ജ്യേഷ്ഠ സഹോദരന് ബാബുവേട്ടന് നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് ഗോപിനാഥ് സാറിനാണ്. 1987 മുതൽ ഗോപിനാഥ് സാറ് ഐവയായിട്ടുള്ള കണക്ഷനൊക്കെ നമ്മൾ വളരെ അത്രയും നല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ കേട്ടു. സാറ് വെറും മാജിക്കുകാരൻ മാത്രമല്ലാതെ നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ ഇന്നത്തെ മാതൃഭൂമി പേപ്പറിൽ സാറിനെ പറ്റി വളരെ നല്ലൊരു ലേഖനം വന്നിട്ടുണ്ട്. ഇതിലേറ്റവും സന്തോഷകരമായ കാര്യം സാറ് വീണ്ടും മാജിക്ക് തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഷോയും കൂടി ചെയ്യാൻ പോകുന്നു. അത് ഐവയുമായിട്ട് സഹകരിച്ച് ആണ് അത് ചെയ്യുന്നതെന്ന് കേൾക്കുമ്പോൾ അത് ഐവയ്ക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സാറിൻ്റെ വരാൻ പോകുന്ന ഷോയ്ക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. അതുപോലെ ഹാളിൻ്റെ അവൈലബിലിറ്റി, സാറിൻ്റെ അവൈലബിലിറ്റി, നമ്മളുടെ ബാക്കി മറ്റ് സൗകര്യങ്ങൾ എല്ലാം പരിഗണിച്ച് എന്തായാലും അടുത്ത ഓഗസ്റ്റ് 15 മുമ്പ് നമ്മൾ ആ ഗ്രേറ്റ് ഫങ്ഷൻ നടത്തും എന്ന് ഇതിലൂടെ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സാറിന് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഇത്രയും നല്ലൊരു സ്പീച്ചും അതുപോലെ ഇനിയും ഞാൻ അടുത്തൊരു ഷോ ഐവയോട് ചേർന്ന് ചെയ്യാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സാറിന് ഐവയുടെ പേരിൽ ഹൃദയംഗമായ നന്ദി പറയുന്നു. അതുപോലെ അടുത്ത നന്ദി പറയുന്നത് നമ്മൾ 50th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് MD അനുസ്മരണ ചെറുകഥാ മത്സരം നടത്തിയിരുന്നു. 30-ൽ കൂടുതൽ ചെറുകഥകളാണ് നമുക്ക് ലഭിച്ചത്. അത് ഓരോന്നും വായിച്ച് അതിനെ വിലയിരുത്തി മൂല്യനിർണ്ണയം നടത്താൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചിരുന്നത് UK കുമാരൻ സാറിനെയും നമ്മളുടെ തന്നെ അംഗമായ തിരക്കഥാകൃത്തും നാടകകൃത്തുമായ സേതു തൃക്കോവിലിനെയുമായിരുന്നു. UK കുമാരൻ സാർ എത്തുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എന്തോ സാങ്കേതിക കാരണങ്ങളാൽ സാറിന് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ഫലപ്രഖ്യാപനം നടത്തി ആ കഥകളെക്കുറിച്ച് ഒരു ചെറിയ വിലയിരുത്തലും ചെയ്ത സേതുവിന് ഐവയുടെ പേരിൽ നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയാനുള്ളത് ആശംസകൾ അർപ്പിക്കാനായി എത്തിയ ഹേമപാലനും അഡ്വക്കേറ്റ് സലാഹുദ്ദീനുമാണ്. അവർക്കും ഐവയുടെ പേരിൽ നന്ദി പറയുന്നു.
IVA എന്ന വികാരം നെഞ്ചിലേറ്റി ഇവിടെ 2 മണിക്ക് തന്നെ എത്തിച്ചേർന്ന എല്ലാ IVA അംഗങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു.